ഏറ്റവും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഓൺലൈനായിട്ടായിരിക്കും മന്ത്രിസഭാ യോഗം ചേരുക. സെയ്ഫ് സൈനലബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സെയ്ഫ്, പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഓൺലൈൻ മന്ത്രിസഭാ യോഗ തീരുമാനം വരേണ്ടത്. അത് കോടതിയുടെ അഭിപ്രായം കൂടി അക്കാര്യത്തിൽ തേടേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടെയുണ്ട്. മറ്റു വിശദാംശങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച്? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവരുടെ അനുമതി തേടിയ ശേഷമേ എന്തെങ്കിലും സഹായങ്ങൾ അടക്കം പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ രാവിലെ തന്നെ 10 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പ്രധാനമായ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്കും സഹായങ്ങൾ എന്താണ് നൽകേണ്ടത് എന്ന തീരുമാനമെടുക്കുക. ആ സഹായധനം എന്തൊക്കെ നൽകണം എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്ത് ഈ വെടിക്കെട്ടുകൾ, ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാകുന്നത്. നേരത്തെ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായ സമയത്ത് പോലും സമാനമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും അതിനകത്ത് കമ്മീഷന്റെ ശുപാർശകളടക്കം കിട്ടുകയും ചെയ്തിരുന്നു. അത് വേണ്ട രീതിയിൽ നടപ്പാക്കാതെയാണോ ഈ പൂരവുമായി ബന്ധപ്പെട്ട ഈ വെടിക്കെട്ട് പുര പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ വേണ്ടി അത് ജുഡീഷ്യൽ കമ്മീഷനാണോ അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗമാണ് തീരുമാനം എടുക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഓൺലൈനായിട്ട് മന്ത്രിസഭാ യോഗം ചേരാനുള്ള തീരുമാനമാണ് വിനിഷ എടുത്തിരിക്കുന്നത്. ശരി, സെയ്ഫ് സൈനലബ്ദീനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അടിയന്തര ധനസഹായമായി 50 ലക്ഷം രൂപ, അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്കാണ്, അടിയന്തരമായി അവിടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾക്കായുള്ള ഒരു വകയിരുത്തൽ എന്ന നിലയ്ക്കാണ് ഇന്നലെ 50 ലക്ഷം രൂപ പ്രഖ്യാപിച്ചത്. മറ്റ് മരിച്ചവരുടെ കുടുംബത്തിനായാലും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ അവർക്കായാലും മറ്റുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിക്കണമെങ്കിൽ മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടലുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരിക്കും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുക. ഏതായാലും മന്ത്രിസഭാ യോഗം നടക്കട്ടെ. വലിയൊരു അപകടമുഖത്ത് തന്നെയാണ് കേരളമുള്ളത്. അപ്പോഴും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ജനത കൂടിയായി മാറുന്നു തൃശ്ശൂർ.